ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം, ഈ ആരാധനാ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവകരുണയെ, ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള വചനങ്ങൾ, മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള വചനങ്ങൾ ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ സമയങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നൊമ്പരങ്ങളെയും, ഞങ്ങളുടെ ഓരോ ജീവിത അവസ്ഥകളെയും ഈശോയെ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയുടെ മുഴുവൻ വാഗ്ദാനങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രാപിക്കുവാൻ ഈശോയെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഈശോയേ, ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ ആത്മാവിന്റെ അഗ്നി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ നിനക്ക് സുവിശേഷ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറുപടി ഒഴിയും ചോദിച്ച ലഭിച്ചിടുമാകും നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നു
പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി കൊണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ധ്യാനം നയിക്കുവാൻ പോകുന്ന വാസ്തവത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫിനെ ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശ്രീ ആരാധനയുടെ നീളം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ അടയാളങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സൗഖ്യ അനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. കർത്താവേ നന്ദി. കർത്താവേ മഹത്വം. കർത്താവേ ആരാധന. ഹല്ലേലൂയ. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളി പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളി പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകരുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകൻ 33:16 വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ പേര് ലിജ. ഞാൻ എറണാകുളം ജില്ലയിലെ പിറം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്.
ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് 18-ാം തീയതിയായിരുന്നു. ചെറുതും വലുതുമായ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ഈ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യമായി എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് നേരത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം നല്ലൊരു പിഴ ചുമത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതെൻ്റെ മാതാവിൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് എങ്ങനെയെങ്കിലും മാറിക്കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഓരോ പ്രാവശ്യം കോടതിയിൽ ചെല്ലുമ്പോഴും എനിക്ക് വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും തനിച്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. ഈ കാശ് രൂപം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഞാനത് ഊരി മാറ്റാറുള്ളൂ. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ ഈ കാശ് രൂപം പിടിച്ച് ഉപ്പും പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ഓരോ അവധിക്ക് ചെല്ലുമ്പോഴും, മാതാവേ ഇതെങ്ങനെയെങ്കിലും, കാരണം വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര രൂപ കേസിൻ്റെ പിഴ വിധിച്ചാലും അത് അടയ്ക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അവസാനം ഉടമ്പടി എടുത്ത് 3 മാസത്തിന് ശേഷം, കറക്റ്റ് എൻ്റെ ആദ്യത്തെ പുതുക്കൽ 11-ാമത്തെ മാസം, അന്നാണ് എൻ്റെ കേസിൻ്റെ വിധി വന്നത്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ലേബർ ഓഫീസറൊക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുകയും, ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം എന്നുള്ള സമയത്തിൻ്റെ മേൽ അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന മാതാവാണ്. ആ സാറുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ കേസിൻ്റെ വിധി വന്നു. എന്നെയും എൻ്റെ അഡ്വക്കേറ്റിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് 1 രൂപ പോലും ഇല്ലാതെ ആ കേസിൽ നിന്നും എനിക്ക് വിധി വന്നു. അതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഏകദേശം 38 വർഷമായിട്ട്, എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ്, അമ്മ പറഞ്ഞ് എനിക്ക് അറിവുണ്ട്, 38 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴി ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ആങ്ങളയുടെ വീടിൻ്റെ മുറ്റത്തുകൂടിയായിരുന്നു ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ചെറിയ 2 വണ്ടിയുണ്ട്, അതൊക്കെ അവിടെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 38 വർഷവും നടന്നിട്ടും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ ചാച്ചനുമായിട്ടൊന്ന് തെറ്റിപ്പിരിഞ്ഞ് ഞങ്ങൾക്ക് അതുവഴി നടക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ വേറെ വഴി എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നുമില്ല. തൊട്ട് ഫ്രണ്ടിലൊക്കെ അമ്മയുടെ ആങ്ങളമാരുടെ സ്ഥലമൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ എന്നും ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറയും, ലിജെ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് നമുക്കൊരു വഴി കിട്ടാൻ വേണ്ടി, വേറെ ഒന്നിനുമില്ല, ഞങ്ങൾക്കൊന്ന് നടന്നു പോയാൽ മാത്രം മതിയായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, വേറൊന്നും ചെയ്യാറില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും 100-150% എനിക്ക് വിശ്വാസമായിരുന്നു ഒരിക്കലും വഴി കിട്ടില്ലായിരുന്നത്. അങ്ങനെ ആ ചെറിയൊരു ധാരണപ്പശകിൻ്റെ പേരിൽ വീണ്ടും ചാച്ചനുമായിട്ട് ഇന്ന് സംസാരിക്കുകയും, ചാച്ചൻ തന്നെ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇനി എത്ര നാൾ വേണമെങ്കിലും അതിലേ വഴി നടന്നുകൊള്ളാൻ പറഞ്ഞു. അത് എൻ്റെ അമ്മ മാതാവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനിവിടെ ഏറ്റുപറയുന്നു. കാരണം എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയും, ഇപ്പം എല്ലാവരും വരുന്നത് ആ വഴി കൂടിയാണ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് എൻ്റെ മാതാവ് തന്ന വഴിയാണ്, എൻ്റെ മാതാവ് തന്ന വഴിയാണ്. എന്നെ എല്ലാവരും കളിയാക്കും. ചേച്ചിക്ക് എന്ത് പ്രശ്നം വന്നാലും ചേച്ചി എപ്പോഴും പറയുമല്ലോ മാതാവാണെന്ന്. അങ്ങനെ അതാണ് എൻ്റെ 2-ാമത്തെ സാക്ഷ്യം. പിന്നെ 3-ാമത്തെ സാക്ഷ്യം, ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിൽ എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലിക്കിടയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന്. അങ്ങനെ എനിക്ക് ജനുവരി മാസത്തിൽ ഒരു നല്ല ജോലി തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഫീൽഡിലായതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാവിൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ്. 14 വർഷം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായിട്ടും കല്യാണത്തിന് വേണ്ടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നെയും അമ്മയും പിള്ളേരെയും പള്ളിയിൽ കൊണ്ടേയാക്കും. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും, പള്ളിയിലൊന്ന് കയറിയിട്ട് പോകണം, കുർബാന സ്വീകരിക്കണം. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തി
ഈ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം, അത് ഞാൻ എപ്പോഴും പറയും, ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഞായറാഴ്ച കുർബാന പോലും എൻ്റെ ഹസ്ബൻഡ് മുടക്കിയിട്ടില്ല. അതുപോലെ വീട്ടിൽ ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നതിന് ശേഷം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എത്ര വൈകിയാലും, ചിലപ്പോൾ ചില കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും, ആ 11 മണിക്ക് ശേഷമാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മാത്രമേ കിടക്കാറുള്ളൂ. അത്രയ്ക്ക് വ്യത്യാസമാണ് വന്നത്. അതുപോലെ ഹസ്ബൻഡ് അത്യാവശ്യം, എനിക്ക് പറയുന്നതിന് വിഷമമില്ല, കാരണം ആൾക്കറിയാം അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഫെബ്രുവരി മാസത്തോടുകൂടി കുറച്ചൊക്കെ നിർത്തി. പക്ഷേ എന്നാലും ഇന്ന് ഈ നിമിഷം വരെ, ഈ 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. കാരണം അതുപോലെ എന്തവസരങ്ങൾ വന്നാലും, ഒരു പാർട്ടി ആയിക്കോട്ടെ, ഓണായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അങ്ങനെ അതുപോലെ നടന്നിരുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട, കാരണം ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞത് ഈ 1.5 വർഷമാണ്. ഈ 38 വർഷം ഞാൻ ജീവിച്ചത് വെറുതെ ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം ഈശോയെയും മാതാവിനെയും അറിയാതെ ജീവിച്ച ഈ വർഷങ്ങൾ ജീവിച്ചു എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അച്ഛൻ പറയും പോലെ തന്നെ നമ്മൾ നിയോഗങ്ങളൊന്നും എഴുതി ഇവിടെ ഇടണമെന്നില്ല. നമ്മൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നമ്മുടെ എന്ത് കാര്യവും മാതാവ് സാധിച്ചു തരും. ഏറ്റവും ചെറിയൊരു കാര്യം പോലും നമുക്ക് മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. കാരണം ഞങ്ങളുടെ പള്ളിയിലുള്ള, ഞാൻ കാറ്റലിസം പഠിപ്പിക്കുന്നുണ്ട്. അതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അക്രൈസ്തവയായിരുന്നു. ഞങ്ങളുടെ ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പള്ളി എന്താണെന്നോ മാതാവിനെ ഈശോ എനിക്ക് അറിയാം, അത്രമാത്രം എനിക്ക് അറിയാമുണ്ടായിരുന്നുള്ളൂ. ഒരു ബൈബിൾ വായിക്കാൻ എനിക്കറിയില്ല, വചനം ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് എത്ര വചനങ്ങളാണ് കാണാതെ അറിയാമെന്നറിയാമോ? അതെല്ലാം എനിക്ക് ഓരോ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കുന്നതിൻ്റെയും ഈ ബൈബിളിലെ വചനങ്ങളുടെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കെൻ്റെ മാതാവ് ഓരോ അവസരത്തിലും ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് നോക്കും. അപ്പോൾ എനിക്ക് ഓരോരോ നമുക്കുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ കാണിച്ചു തരാറുണ്ട്. അതുപോലെ ചെറിയൊരു നിസ്സാര സംഭവമാണെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഞങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് അത്രമേൽ മനസ്സിന് ഇതുണ്ട്. അങ്ങനെ ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ. പിന്നെ ഈ മെയ് മാസത്തിൽ മാതാവിൻ്റെ മാസം എനിക്ക് എൻ്റെ മാതാവിനെ എടുക്കാനുള്ള അവസരം കിട്ടി. അത് ഞാൻ ഏറ്റവും വളരെ സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. അതിനുള്ള അവസരവും കിട്ടി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളൊന്നുമല്ല ജീവിതത്തിൽ, അങ്ങനെയുള്ളൊരു അവസ്ഥയെ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഏറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 22-ാം തീയതിയാണ് 2024. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ആൾ കുവൈറ്റിലായിരുന്നു. അവിടെ വെച്ച് സെപ്റ്റംബർ 20-ാം തീയതി സ്ട്രോക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. 3 ദിവസം അവരൊന്നും ചെയ്യാതെ അവിടെ ഇട്ടു. വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള നേഴ്സുമാർ അമ്മയുടെ തൈലവും തേനും നാവിലും നെറ്റിയിലുമൊക്കെ തേക്കുമായിരുന്നു. അവരെന്നെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്ക്. എനിക്കിതിനെക്കുറിച്ച് ആദ്യമൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചത് ഞാൻ തന്നെയാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് ചെല്ല്, അവിടം വരെ ചെല്ല് എന്നും പറഞ്ഞ് വിളിച്ചറിയിച്ചത് ഞാൻ തന്നെയാണ് എല്ലാവരെയും. അവർ ചെന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കില്ല. തിരിച്ച് എന്നോട് പറയാൻ അവർക്ക് പറ്റണില്ല. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ അവർക്ക് പറ്റണില്ല. റൈറ്റ് സൈഡ് മുഴുവൻ വീക്കായിപ്പോയി. അവരൊന്നും പറഞ്ഞില്ല. പിന്നെ മോളാണ് എന്നെ വിളിച്ച് പറയണത്, അമ്മേ ഡാഡിക്ക് എന്തോ സംഭവിച്ചു, എന്താണെന്ന് അവർ പറയണില്ല
എന്ന് പറഞ്ഞു. ഞാൻ അവളെ വഴക്ക് പറഞ്ഞ് ഫോൺ വെച്ചു. നീ വെച്ച് ഡാഡിക്ക് ഒന്നുമില്ല. എൻ്റെ മനസ്സ് കിടന്ന് തികത്തുകയാണ്. എങ്കിലും ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുക. അവൾ ലീവ് കഴിഞ്ഞ്, അവൾ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, അവൾ ലീവ് കഴിഞ്ഞ് പോയി ട്രെയിനിലാണ്. അപ്പോൾ അവളെ പേടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. എന്നിട്ട് ഞാൻ വേഗം ഫോൺ വെച്ചു. ഞാൻ എല്ലാവരെയും ഫോൺ വിളിച്ചു, ഇതിൻ്റെ കൂട്ടുകാരെ വിളിച്ചു. ആരും എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യണില്ല, എടുക്കണില്ല. ഞാൻ നൊലോളിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി വീട്ടിലിരുന്നു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോയി, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. 22-ാം തീയതി അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് എൻ്റെ ബ്രദറാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവനിവിടെ വന്ന് എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നൊലോളിച്ച് ആണ് ഞാനിവിടെ വന്നത്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസവും ഞാൻ തിരിച്ച് ഇവിടെ വന്നു. ഞാൻ മോറ്റുഴയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. പിറ്റേ ദിവസം ഞാനിവിടെ വന്നു. എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോയും കാര്യങ്ങളും തന്നു. അപ്പോൾ അവർ ആങ്ങളെയാണ് അവിടെ അച്ഛനെ കാണാനുള്ള ക്യൂവിൽ കയറി നിന്നത്. അപ്പോൾ അവർ ബ്രദർമാർ പറഞ്ഞു, ഉടമ്പടി എടുത്ത ആളാണ് നിൽക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, അവളൊന്നും അറിഞ്ഞിട്ടില്ല, അവളെ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, അമ്മ ഇവിടെ ഉണ്ട്, ധൈര്യമായിട്ട് പേപ്പർ കൊടുത്തോ എന്നും പറഞ്ഞ് പേപ്പർ എൻ്റെ കയ്യിൽ നിന്നു തന്നു. ഞാൻ നൊലോളിച്ച് പേപ്പർ മേടിച്ചു. അച്ഛനെ എനിക്ക് വന്ന് കണ്ടു. അച്ഛൻ ഈ പേപ്പർ കൈ കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ച, അമ്മയോട് തൊട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം, 3-ാം ദിവസം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. ആ സമയത്ത് അവിടുന്ന് കോള് വരുവാണ്, ഓപ്പറേഷൻ എടുക്കുവാണ് എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ ഒരു നേഴ്സ് കൊച്ചുണ്ടായിരുന്നു. എല്ലാ ദിവസവും തൈലവും തേനും തൊട്ട് നാവിലും തൊട്ട് നെറ്റിത്തും തൂക്കുമായിരുന്നു. ആ കൊച്ച് ഡോക്ടർ അറിയാതെ കയ്യിൽ ബാൻഡേജിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ച് കെട്ടി ഓപ്പറേഷന് കയറ്റി. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷമാണ് കോള് വന്നത്, ഓപ്പറേഷൻ എടുക്കുമെന്ന്. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ പറഞ്ഞു, ഒന്ന് പ്രതീക്ഷിക്കേണ്ട, തലയുടെ ഒരു ഭാഗം എടുത്ത് മാറ്റി അവർ ഫ്രീസറിൽ വെച്ചു. അതിൻ്റെ ആവശ്യം വരില്ല എന്നാണ് അവർ പറഞ്ഞത്. എങ്കിൽ തലയോട്ടിയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചു, ആവശ്യം വരില്ല, അവർ ഫ്രീസറിൽ എടുത്ത് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. പ്രാർത്ഥനയിലായിരുന്നു, ജപമാല. അവിടെയും ജപമാലയുടെ 3 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവരാരെയും അറിയില്ല. എങ്കിൽ പോലും നേഴ്സ് പിള്ളേർ എല്ലാവരും ജപമാലയിൽ മുറുകെ പിടിച്ച് അവരെന്നോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് തൈലവും പൂശി കൊടുത്ത് എല്ലാം ചെയ്തു. ആൾക്ക് മാറ്റം വന്നു. അങ്ങനെ ഒരു 6 മണിക്കൂർ കസേരയിൽ ഇരുന്ന് കാണിച്ചാലാണ് അവർ നാട്ടിലേക്ക് വിടൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അതിനുള്ള ശ്രമമായി, പിന്നെ പ്രാർത്ഥനയായി. അങ്ങനെ ഒരു 5 ആഴ്ച ഞാനിവിടെ അടുപ്പിച്ച് വന്നു. എല്ലാ ശനിയാഴ്ചയും ഞാനിവിടെ വരുമായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു കുഴപ്പം കൂടാതെ ഡിസംബർ 3-ാം തീയതി ആസ്റ്ററിലേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്ന ആ നിമിഷം തുടങ്ങി അവിടുത്തെ അച്ഛന്മാരും നേഴ്സുമാരും കൊന്ത അവർ നിർത്തിയിട്ടില്ല. ആസ്റ്ററിൽ എത്തണ വരെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി ആംബുലൻസിൽ കയറി ആശുപത്രിയിൽ എത്തണ വരെ അവർ ജപമാല നിർത്തിയിട്ടില്ല. അവിടെ ഒരു കുഴപ്പം കൂടാതെ എത്തി. 6-ാം തീയതി അടുത്ത ഓപ്പറേഷൻ ഫ്ലാപ്പ് തിരിച്ചു വയ്ക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു. ഇത്രയും നാളായി. അത് എന്തെങ്കിലും ഒരു ശകലം കേട് പറ്റിയാലും നമ്മൾ വേറെ അന്വേഷിക്കേണ്ട വരും, നോക്കണ്ട. അതിനൊന്നും ഒരു തടസ്സവും അമ്മ മാതാവ് വരുത്തിയില്ല. എല്ലാം അങ്ങനെ തന്നെ വയ്ക്കാൻ സാധിച്ചു, ഒരു കുഴപ്പവും കൂടാതെ. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചോളൂ. ഞാനിവിടെ നിന്ന് നടത്തിയാണ് വിട്ടത്. എനിക്കിവിടെ തിരിച്ച് നടന്ന് തന്നെ വന്ന അമ്മ എനിക്ക് കൊണ്ടുതന്നെ. എനിക്ക് തന്നെ ഒന്നിനും ഒരു കഴിവില്ല. എൻ്റെ മക്കൾ 2 പേരും പഠിക്കണു നേഴ്സിങ്. ഒരു കുഴപ്പം കൂടാതെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പെട്ടെന്നാണ് ഇങ്ങനെ വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മാതാവിനെ മുറുകെ പിടിച്ചു, കൊന്ത ചൊല്ലി ഇവിടെ വന്ന് 5 ആഴ്ചയോളം പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന ശേഷം എല്ലാ ദിവസവും നേർച്ച വസ്തുക്കളും ഞാൻ തൂക്കും. എല്ലാം നാവിൽ തേൻ പുരട്ടി കൊടുത്തു എല്ലാം. അത് കഴിഞ്ഞ് ഡിസംബർ 28-ാം തീയതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പുറത്തെങ്ങും കൊണ്ടുപോകില്ല. അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന ശേഷമാണ് ഞാൻ എവിടെയും പുറത്തേക്ക് ഞാൻ ഇറക്കുള്ളൂ. എനിക്ക് അങ്ങനെ ഈ 5-ാം മാസം 25 5-ാം മാസത്തിൽ ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. ഞാൻ ആളെ ഇവിടെ കൊണ്ടുവന്നു.
അച്ഛനെ കാണാൻ സൗകര്യം കിട്ടി, ഞാൻ കാണിച്ചു, പ്രാർത്ഥിച്ചു, ഞാൻ തിരിച്ചുപോയി. ഇപ്പോഴും ഞാൻ പ്രാർത്ഥനയും തൈലവും പൂശി പ്രാർത്ഥനയായിട്ട് ഇരിക്കുന്നു. 2 പ്രാവശ്യം ഇതിനും ഇടയ്ക്ക് ഒന്ന് വീണു. അപ്പോഴും എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ഞാൻ മാതാവിൻ്റെ തൈലെടുത്താണ് ഞാൻ പരട്ടിയത്. ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആശുപത്രി ചെന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ ഒന്നും വരുത്തല്ലേ. എപ്പം ഞാൻ പോയാലും പ്രാർത്ഥിച്ച് ഞാൻ തൈലം പൂശി പോവും, ഒരാപത്തും വരുത്തല്ലേ, കയ്യിൽ കാശുരവും കൈ പിടിക്കും. അപ്പോഴൊക്കെ എന്നെ ഓരോ കാര്യത്തിലും രക്ഷിച്ച് തന്നെ വിട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. സംസാരിക്കാനുള്ള കഴിവിനാണ് പറ്റിയത് എങ്കിലും ഇപ്പോൾ കൊന്ത ചെല്ലുമ്പോൾ സ്വർഗസ്നായ പിതാവും ഞാൻ ചെല്ലും. 10 നന്മ നിറഞ്ഞ പറയും ആൾ ചെല്ലും. ഇപ്പം സംസാരിക്കാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം ഇപ്പം നേരത്തെക്കാളും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സമയം കിട്ടപ്പെടുന്ന എല്ലാം എനിക്ക് വരാൻ പറ്റുന്ന അവസ്ഥയിൽ ഞാൻ ഇവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് എനിക്ക് പുറത്ത് ആളെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റിയില്ല എങ്കിലും ഞാൻ മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകും ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുപോലെ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയാൽ എനിക്ക് ഒരിക്കലും വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ വഴിയിലിറങ്ങി വഴി നീളെ എല്ലാവർക്കും കൊടുത്തേ ഞാൻ പോവാറുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യിലുണ്ടാവില്ല പത്രം. അത്രയും ഞാൻ എല്ലാവർക്കും ഞാൻ പോണ വഴിക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പത്രം കൊടുത്താണ് ഞാൻ പോകുന്നത്. മാതാവ് ഇപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുക എന്നെ. ഓരോ കാര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുക. എൻ്റെ മക്കളുടെ പഠിത്തം എല്ലാം ഈശോ മാതാവ് ഇപ്പോഴും കാത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. പ്രാർത്ഥനയിലാണ് ഞങ്ങളെപ്പോഴും ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയുള്ള ധ്യാനം, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് എല്ലാം ഞാൻ പ്രാർത്ഥനയിൽ ഉണ്ട്. എപ്പോഴും ഞാൻ മൊബൈലിലാണെങ്കിലും ഞാൻ കൊന്ത വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ 10-65 വർഷമായിട്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടാതിരുന്ന ഒരു സ്ഥലത്തിന് ഞങ്ങൾക്ക് പട്ടയം കിട്ടാനുള്ള അനുഗ്രഹം എല്ലാം അമ്മ മാതാവ് ഒരുക്കി തന്നു. ഓരോ തടസ്സങ്ങൾ വന്നപ്പോഴും ഞാൻ കാശുരവും കയ്യിൽ വെച്ച് പോയി. എനിക്ക് അതെല്ലാം മാറ്റി ഒരു പ്രശ്നവും കൂടാതെ 1 വർഷം കൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തത് 65 വർഷമായിട്ട് കിട്ടാതിരുന്നത് എല്ലാം എനിക്ക് ശരിയാക്കി അമ്മ തന്നു. മാതാവിന് സ്തുതി.